ടാറ്റ കമ്പനി നിക്ഷേപത്തിൽ മലക്കം മറിഞ്ഞു സർക്കാർ. ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് എന്നാണ് വിശദീകരണം. മിഷൻ സമുദ്ര ഒരു കപ്പൽ നിർമ്മാണ യൂണിറ്റിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല എന്നും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ വിശദീകരണക്കുറിപ്പിറക്കിയത്. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group for investing for 10,000 crores investment for shipbuilding. Many other companies are coming. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഈ അഭിമുഖത്തിലാണ് 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയെന്ന തരത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ടാറ്റ ഗ്രൂപ്പ് തന്നെ ഇന്ന് തള്ളി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത്ഭുതപ്പെടുത്തിയെന്നാണ് കമ്പനി പ്രതിനിധി ദേശീയ ദിനപത്രത്തോട് പ്രതികരിച്ചത്. ടാറ്റ ഗ്രൂപ്പിന് കപ്പൽ നിർമ്മാണ പദ്ധതിയില്ലെന്നും കമ്പനി പ്രതിനിധി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് സൂചിപ്പിച്ചതെന്നാണ് സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ടാറ്റയുമായി ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചിട്ടില്ലെന്നും സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള നിക്ഷേപകരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകളിലൂടെ മികച്ച നിക്ഷേപം സമീപഭാവിയിൽ സംസ്ഥാനത്തേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.